ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ഒരു ഒറീസ വെഡ്ഡിങ് റിസപ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ ഒരു ടീംമേറ്റിൻ്റെ വെഡ്ഡിങ് റിസപ്ഷനാണ്. അപ്പോൾ ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്. സിക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ ഒറീസ ഭുവനേശ്വറിലേക്കുള്ള ഒരു ട്രെയിനാണ്. ഒരു 24 hours ട്രാവലാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം അത്യാവശ്യം ഒരുപാട് തിരക്കുണ്ട്. സിക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷനിൽ പണി നടക്കുകയാണ്. നമ്മളപ്പോൾ ട്രെയിനിൽ കയറി ഒരു വൈകുന്നേരം കയറി പിറ്റേ ദിവസം ഒരു 3 മണിക്ക് എത്തുന്നൊരു ഷെഡ്യൂളാണുള്ളത്. ട്രെയിനിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വിശന്നപ്പോൾ ഒരു ബർഗർ ഓർഡർ ചെയ്ത് കഴിച്ചു. 2 day ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മളൊന്ന് രാവിലെ ഫ്രഷായി. അത് കഴിഞ്ഞ് ഒരു മസാല ദോശ, ഒരു ബ്രഞ്ച് പോലെ വാങ്ങി കഴിച്ചിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ശരിക്കും ഇതുവഴി പോകുമ്പോൾ ഓൾമോസ്റ്റ് കേരളമൊക്കെ പോലെ തന്നെ എവിടേക്കോ ഫീലാവും. ഈ പാടങ്ങളും കൃഷികളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. നമ്മൾ കുറച്ച് ലേറ്റായിരുന്നു ഷെഡ്യൂൾ ചെയ്ത സമയത്തേക്ക്. ഒരു ഭുവനേശ്വറിൽ നമ്മൾ വൈകുന്നേരം 5 മണിയാകുമ്പോഴേക്കും എത്തി. തലേ ദിവസം 5 മണിക്ക് കയറിയിട്ട് പിന്നെ എൻ്റെ ഫ്രണ്ട് എന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരു രാമക്ഷേത്രം കണ്ടു. നമ്മളുടെ അമ്പലങ്ങളിൽ നിന്ന് കുറച്ച് വെറൈറ്റിയാണ്. പിന്നെ പെട്ടെന്ന് തന്നെ ഫ്രഷായിട്ട് റിസപ്ഷൻ നടക്കുന്ന ഒരു ഓഡിറ്റോറിയത്തിലേക്ക് പോയി. അപ്പോൾ നേരെ കയറി ചെന്ന് കഴിഞ്ഞു വെച്ചാൽ നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് ഇതേപോലെ അവർ ഒരു ഫ്ലവർ ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. ഇതായിരുന്നു എൻ്റെ അന്നത്തെ ഔട്ട്ഫിറ്റ്, ഒരു സാരി ആയിരുന്നു. അത് കഴിഞ്ഞ് അത് നേരെ ചെന്ന് കഴിഞ്ഞു വെച്ചാൽ ഇതേപോലൊരു വലിയൊരു ഓപ്പൺ ഏരിയയാണ്. അവിടെ തന്നെ ഒരു സൈഡിൽ പാട്ട് പാടുന്നതും അതുപോലെ തന്നെ മറ്റൊരു സൈഡിൽ അവർക്ക് ഇരിക്കാനുള്ളതും ബ്രൈഡിനും ഗ്രൂമിന് ഇരിക്കാനുള്ളതും പിന്നെ ഫുള്ള് ഫുഡിൻ്റെ ഏരിയയാണ്. സ്റ്റാർട്ടറായിട്ടും മെയിൻ കോഴ്സായിട്ടും ഓരോ സ്ഥലത്ത് നിന്ന് കഴിക്കാം. പിന്നെ കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഊഞ്ഞാൽ, അതുപോലെ തന്നെ ഫൗണ്ടെയിൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട്, ഗ്രൂമാണ് എൻ്റെ ഫ്രണ്ട്, ഇതാണ് ബ്രൈഡ്. അപ്പോൾ ഇതേപോലെ അവരെ വെൽക്കം ചെയ്യുന്നതും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ പന്തലും എല്ലാം ഒരു വെറൈറ്റി ഡെക്കറേഷനാണ്. പിന്നെ നമുക്ക് പ്രധാന ഫുഡായതുകൊണ്ട് നേരെ സ്റ്റാർട്ടറിലേക്ക് കടന്നു. ഞാൻ വെജ് മാത്രമായിരിക്കുമെന്ന് ഒന്ന് പേടിച്ചിരുന്നു. പക്ഷെ നമുക്ക് വെജും അതുപോലെ തന്നെ നോൺ വെജും ഉണ്ടായിരുന്നു. പിന്നെ നോൺ വെജ് ആയുള്ള ഗുണം നമുക്ക് രണ്ടും ടേസ്റ്റ് ചെയ്യാമല്ലോ. നേരെ ഞങ്ങൾ സ്റ്റാർട്ടർ ഏരിയയിലേക്ക് കടന്നു. അപ്പോൾ സ്റ്റാർട്ടറിൽ മെയിനായിട്ട് എനിക്ക് തോന്നിയ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ പാനിപൂരി, ലൈവായിട്ട് പാനിപൂരി കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സ്റ്റാർട്ടറായിട്ട് നമുക്ക് ഒരുപാട് വെറൈറ്റി വെജും നോൺ വെജും ഉണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് സ്ഥലത്ത് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു, കേരളത്തിലത്തെ പോലെയല്ല. പിന്നെ സൂപ്പ്, അതുപോലെ തന്നെ മൊജീറ്റോ, ഒരു മൊജീറ്റോ ഉണ്ടാക്കുന്ന ഏരിയ ഉണ്ടായി. നമ്മൾ പറയുന്ന ഫ്ലേവറിൽ അവർ ലൈവായിട്ട് മൊജീറ്റോ ഉണ്ടാക്കി തരും. ഇതൊക്കെ നമ്മൾ പതിവിൽ കാണുന്ന ഒരു ഐറ്റത്തിൽ നിന്ന് വെറൈറ്റി ആയിരുന്നു. അത് കഴിഞ്ഞ് ചിക്കനായാലും മട്ടനായാലും ഫിഷായാലും അവരുടെ രീതിയിലുള്ള ഒരുപാട് കറികളും അതുപോലെ തന്നെ കുറേ മെയിൻ കോഴ്സ് ഐറ്റംസ്, ജീര റൈസ്, അതുപോലെ തന്നെ റുമാലി റൊട്ടി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞാൻ കറക്റ്റായിട്ട് എടുത്തിട്ടില്ല. നമുക്ക് ഫുഡ് കഴിക്കുന്നതും വീഡിയോ എടുക്കുന്നതും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് എടുത്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഡെസേർട്ടായിട്ടും കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ ഇത് ഇൻക്ലൂഡ് ചെയ്യാതെ നേരെ ഞാൻ തിരിച്ചു പോകണം വീഡിയോ എടുത്തു. അങ്ങനെ ഞാൻ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ക്യാബ് ബുക്ക് ചെയ്ത് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു യാത്രയായിരുന്നു ഒറീസയിലേക്ക് ഉണ്ടായിരുന്നത്. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.